എന്തുകൊണ്ട് നമ്മുടെ നാട് മാത്രം ഇങ്ങനെ? കേരളത്തിൻ്റെ ഇന്നത്തെ ദുരവസ്ഥയെ സംബന്ധിച്ച് നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ നടൻ ശ്രീനിവാസൻ പറയുന്നത് ശ്രദ്ധിക്കൂ. 44 നദികളും 12,000 കുളങ്ങളും 40 ലക്ഷം കിണറുകളും ഉണ്ടായിട്ടും കേരളത്തിലെ വാട്ടർ അതോറിറ്റി നഷ്ടത്തിലാണ്. ഒടുക്കത്തെ ടിക്കറ്റ് നിരക്ക് ഈടാക്കിയിട്ടും KSRTC നഷ്ടത്തിലാണ്. ഓർക്കുക, മിനിമം ചാർജ് തമിഴ്നാട്ടിൽ 7 രൂപയും കർണാടകയിൽ 8 രൂപയുമാണ്. അവിടങ്ങളിൽ ഇത് ലാഭത്തിലുമാണ്. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊള്ള വിലയ്ക്ക് വിറ്റിട്ടും കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തിലാണ്. ഓർക്കുക, ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ 300 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗം സാധുക്കൾക്ക് സൗജന്യമാണ്. എന്നിട്ടും അവിടുത്തെ സർക്കാരുകൾക്ക് മാസം 25 കോടി ലാഭവിഹിതം ഉണ്ടാക്കുവാൻ കഴിയുന്നു. വാഹനങ്ങളുടെ ആയുഷ്കാല നികുതിയായ തുക ഒറ്റ തവണയായി പിരിച്ചിട്ടും കുണ്ടും കുഴിയും നിറഞ്ഞ കേരളത്തിലെ റോഡുകൾ നന്നാക്കാൻ സർക്കാരിന് പണമില്ല. 70 രൂപയുടെ മദ്യം 1000 രൂപയ്ക്ക് വിറ്റിട്ടും ബിവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലാണെന്ന് സർക്കാർ പറയുന്നു. ഇത്രയും വരുമാന സ്രോതസ്സുള്ള ഭൂപ്രദേശങ്ങൾ ലോകത്ത് വളരെ കുറവാണ്. പക്ഷേ രാഷ്ട്രീയക്കാരും അവരുടെ ഉറ്റവരുമടങ്ങുന്ന ലോബി നമ്മുടെ നാടിനെ അതിഭീകരമായി കൊള്ളയടിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട് ഇത്തരത്തിൽ നശിക്കുന്നത്. ബ്രിട്ടീഷുകാർ പോലും ഇത്രയും ഭീകരമായ രീതിയിൽ കൊള്ളയടിച്ചിട്ടില്ലെന്ന കാര്യം ഉറപ്പാണ്. നടൻ ശ്രീനിവാസന്റെ ഈ വാക്കുകൾ കേരള സമൂഹം കേൾക്കണം, പ്രതികരിക്കണം. പൊതുധനം കട്ടുമുടിക്കാൻ കൂട്ടുനിൽക്കുന്നവരെ സമൂഹത്തിന് മുമ്പിൽ പച്ചയായി കാണിക്കുവാൻ സമൂഹം മുന്നിട്ടിറങ്ങിയേ മതിയാവുകയുള്ളൂ. അന്ധമായ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നാശം ഉണ്ടാകുന്ന അവസ്ഥകൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് ഭീരുത്വമാണ്. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുമ്പോഴാണ് ശരിയായ ജനതയായി നമ്മൾ മാറുന്നത്. രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിയിൽ നമ്മുടെ നാട് നശിക്കരുത്. പ്രതികരിക്കാം നമുക്കും.